വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 75-ാം വാർഷിക ഭാഗമായി സ്കൂൾ NSS യൂണിറ്റ് നിർമ്മിച്ച സഹപാഠിക്കൊരു സ്നേഹവീടിന്റെ സമർപ്പണം മാർച്ച് 3-ന് നടക്കും. തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര താക്കോൽദാനം നിർവഹിക്കും. സ്കൂളിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് എടയൂർ പൂക്കാട്ടിരി അമ്പല സിറ്റിയിലാണ് വീട് നിർമ്മിച്ചത്. 700 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന വീടിന് 7 ലക്ഷത്തോളം രൂപയാണ് ചെലവ്. സ്റ്റാഫ്, സ്കൂൾ മാനേജ്മെന്റ്, PTA, അലൂമിനി തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് നിർധന വിദ്യാർത്ഥിക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി നൽകുന്നത്. മാർച്ച് 3-ന് രാവിലെ 10 മണിക്ക് തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര വീടിന്റെ താക്കോൽ കൈമാറും. എടയൂർ പഞ്ചായത്ത് അധ്യക്ഷ KP ഇന്ദിര ചടങ്ങിൽ അധ്യക്ഷയാവും. ജനപ്രതിനിധികൾ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവരും സംബന്ധിക്കും. വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിക്ക് കാരുണ്യ സ്പർശം പദ്ധതി വഴി നൽകുന്ന ചികിത്സാ സഹായധനത്തിന്റെ 1-ാം ഗഡു വിതരണവും ചടങ്ങിൽ നടക്കും. ഈ 75-ാം വാർഷികത്തിനോടനുബന്ധിച്ച് സ്കൂൾ NSS യൂണിറ്റ് വിപുലമായ പദ്ധതികളാണ് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കി വരുന്നത്. നിർബന്ധമായിട്ടും NSS യൂണിറ്റ് നിർവഹിക്കേണ്ട 10 പദ്ധതികൾക്ക് പുറമെ 75-ാം വാർഷികം പ്രമാണിച്ച് പുതുമയാർന്ന ഒരു 10ഓളം പരിപാടികൾ കൂടി NSS യൂണിറ്റ് ഏറ്റെടുക്കുകയുണ്ടായി. 2014-ലാണ് വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ NSS യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. ഈ വർഷം നമ്മൾ പുതുതായിട്ട് ഏറ്റെടുത്ത പദ്ധതികൾ സ്കൂളിലെ ഒരു നിർധനനായിട്ടുള്ള വിദ്യാർത്ഥിക്ക് യന്ത്രത്തിൽ കുടുങ്ങി വലത് കൈ നഷ്ടപ്പെടുകയുണ്ടായി. ഈ കുട്ടിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് NSS വളണ്ടിയർമാർ 1.5 ലക്ഷം രൂപ സമാഹരിച്ച് കുട്ടിയുടെ കുടുംബത്തിന് നൽകുകയുണ്ടായി. അതുപോലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയുമായിട്ട് സഹകരിച്ച് ആഴ്ചതോറും NSS വളണ്ടിയർമാർ വയോജനങ്ങളെ പരിചരിക്കുന്നതിനായി സ്കൂളിൽ നിന്നും പോകുന്നുണ്ട്. ഈ വർഷത്തെ നമ്മുടെ ദത്ത് ഗ്രാമമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് എടയൂർ പഞ്ചായത്തിനെയാണ്. എടയൂരിലെ BPL വിഭാഗത്തിൽപ്പെട്ട 100 കുടുംബങ്ങൾക്ക് ഏതാണ്ട് 500 രൂപയോളം വിലയുള്ള ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ നൽകുകയുണ്ടായി. അതുപോലെ തവനൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ അന്തേവാസികൾക്ക് അത്യാവശ്യമായ വസ്തുക്കൾ, പുതപ്പ്, വസ്ത്രങ്ങൾ, മറ്റ് പേസ്റ്റ്, സോപ്പ് പോലുള്ള അവശ്യ വസ്തുക്കൾ ഏകദേശം ഒരു 25,000 രൂപ വിലക്കുള്ള ആവശ്യം. സ്കൂൾ മാനേജർ V. ഗോപാലകൃഷ്ണൻ, പ്രിൻസിപ്പൽ MP ഫാത്തിമക്കുട്ടി, PTA അധ്യക്ഷൻ നൌഷാദ് പാറമ്മൽ, അലുമിനി അസോസിയേഷൻ അധ്യക്ഷൻ T. ബഷീർ ബാബു, ഗേൾസ് HSS പ്രധാനാധ്യാപകൻ സുരേഷ് പൂവാട്ടുമീത്തൽ, NSS പ്രോഗ്രാം ഓഫീസർ ഫ്രോയിഡ് ഫ്രാൻസിസ്, K. പ്രേംരാജ്, അലുമിനി അസോസിയേഷൻ ട്രഷറർ K. രാജീവ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി.